സുവിശേഷ പ്രഘോഷണം എന്ന സഭയുടെ ദൗത്യത്തിൽ ആത്മന പങ്കുചേരുന്ന മിസ്യോ ടീമിൻ്റെ മുഖപത്രമായ മിസ്യോ വൈബ്സിൻ്റെ ലക്കം 58 വായനയിലേക്കും കേൾവിയിലേക്കും യേശുനാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. മിസ്യോ ടീമിൻ്റെ ആത്മീയ ഉപദേഷ്ടാവ് റവറൻഡ് ഡോക്ടർ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്ത് CMF രചിച്ച പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു എന്ന ലേഖനമാണ് ആദ്യത്തേത്. മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. മറ്റൊരു വിധത്തിൽ മറിയത്തെക്കുറിച്ചുള്ള കത്തോലിക്ക പ്രബോധനം ക്രിസ്തുവിനെക്കുറിച്ചുള്ള കത്തോലിക്ക വിശ്വാസത്തെ കൂടുതൽ പ്രകാശിപ്പിക്കുന്നു. ദൈവം തൻ്റെ പുത്രനെ അയച്ചു, എന്നാൽ അവന് ഒരു ശരീരം തയ്യാറാക്കാൻ ഒരു സൃഷ്ടിയുടെ സ്വതന്ത്ര സഹകരണം വേണമെന്ന് തീരുമാനിച്ചു. ഇതിനുവേണ്ടി തൻ്റെ പുത്രന് അമ്മയാകാൻ ഒരു ഇസ്രായേൽ പുത്രിയെ, ഗലീലിയിലെ നസ്രത്തിൽ നിന്നുള്ള ഒരു യഹൂദ യുവതിയെ, ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ജോസഫ് എന്നയാളോട് വിവാഹ വാഗ്ദാനം ചെയ്തിരുന്ന ഒരു കന്യകയെ ദൈവം അനാദിയിലെ തിരഞ്ഞെടുത്തു. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. ലൂക്ക 1:26-27 തിരുവചനങ്ങൾ. കാരുണ്യവാനായ പിതാവിൻ്റെ തിരുഹിതം ഇപ്രകാരമായിരുന്നു: മനുഷ്യ അവതാരത്തിന് മുൻപായി മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട അമ്മയുടെ സമ്മതം ലഭിക്കണം. അങ്ങനെ ഒരു സ്ത്രീ മരണത്തിന് പങ്കുവഹിച്ചതുപോലെ ഒരു സ്ത്രീ ജീവനും പങ്കുവഹിക്കണം. കന്യകാമറിയത്തിന് മാലാഖ വഴി നൽകപ്പെട്ട മംഗളവാർത്ത കാലത്തിൻ്റെ പൂർണ്ണതയ്ക്ക്, അതായത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെയും ഒരുക്കങ്ങളുടെയും പൂർത്തീകരണത്തിന് തുടക്കം കുറിച്ചു. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവൻ ശാരീരികമായി ആരിൽ വസിക്കുന്നുവോ അവനെ ഗർഭം ധരിക്കാനാണ് മറിയം ക്ഷണിക്കപ്പെട്ടത്. ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇത് എങ്ങനെ എന്നിൽ സംഭവിക്കുമെന്ന അവളുടെ ചോദ്യത്തിന് ആത്മാവിൻ്റെ ശക്തി മൂലമെന്നായിരുന്നു ദൈവിക മറുപടി. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:34-35 തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം എപ്പോഴും പുത്രൻ്റെ ദൗത്യത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതും അതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നതുമാണ്. കന്യകാമറിയത്തിൻ്റെ ഉദരത്തെ പൗത്രീകരിക്കുവാനും അവളിൽ നിന്ന് എടുക്കപ്പെട്ട മനുഷ്യപ്രകൃതിയിൽ പിതാവിൻ്റെ നിത്യസുതനെ ഗർഭം ധരിക്കാനായി അവളെ സജ്ജീകരിച്ചു കൊണ്ട് ദൈവികമായി ഗർഭധാരണം സാധ്യമാക്കുവാനുമാണ് കർത്താവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവ് അയക്കപ്പെട്ടത്. പഴയ നിയമത്തിലെ അനേകം വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ദൗത്യ നിർവഹണത്തിലൂടെ മറിയത്തിൻ്റെ ദൗത്യ നിർവഹണത്തിന് കളമൊരുക്കി. ഏറ്റവും ആദ്യം ഹൗവ ആയിരുന്നു. അവൾ അനുസരണക്കേട് കാണിച്ചെങ്കിലും ദുഷ്ടന്റെ മേൽ വിജയം വരിക്കുന്ന സന്തതിയെക്കുറിച്ചുള്ള വാഗ്ദാനവും ജീവിക്കുന്ന സർവരുടെയും മാതാവായിരിക്കുമെന്നുള്ള വാഗ്ദാനവും അവൾക്ക് ലഭിക്കുന്നു. ഈ വാഗ്ദാന പ്രകാരം സാറ വാർദ്ധക്യഗ്രസ്തയായിരുന്നിട്ട് പോലും ഒരു പുത്രനെ ഗർഭം ധരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18:14. മാനുഷിക പ്രതീക്ഷകൾക്കെല്ലാം അതീതമായി ദൈവം തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് തെളിയിക്കാൻ ശക്തിഹീനരും ദുർബലരുമായി പരിഗണിക്കപ്പെട്ടിരുന്നവരെ തെരഞ്ഞെടുക്കുന്നു. രക്ഷകന്റെ മാതാവായി തീരുന്നതിന് മറിയത്തെ ആ സ്ഥാനത്തിന് അനുഗുണമായ ദാനങ്ങളാൽ ദൈവം സമ്പന്നയാക്കി. മംഗളവാർത്ത അറിയിക്കുന്ന നിമിഷത്തിൽ ഗബ്രിയേൽ മാലാഖ മറിയത്തെ അഭിസംബോധന ചെയ്യുന്നത് ദൈവകൃപ നിറഞ്ഞവളെ എന്നാണ്. ലൂക്കായുടെ സുവിശേഷം 1:28 തിരുവചനം. വാസ്തവത്തിൽ തൻ്റെ വിളിയെക്കുറിച്ച് കന്യകാമറിയത്തിന് അറിയിപ്പ് ലഭിച്ചപ്പോൾ അതിന് വിശ്വാസത്തിൻ്റെ സ്വതന്ത്ര സമ്മതം ലഭിക്കേണ്ടതിന് അവൾ ദൈവകൃപയാൽ നയിക്കപ്പെടേണ്ടിയിരുന്നു. ദൈവത്താൽ കൃപാവരം കൊണ്ട് നിറയ്ക്കപ്പെട്ട് മറിയം അവളുടെ ഉദ്ഭവ നിമിഷം മുതൽ തന്നെ രക്ഷിക്കപ്പെട്ടവൾ ആണെന്ന് നൂറ്റാണ്ടുകളിലൂടെ സഭയ്ക്ക് ബോധ്യമായി. പിയൂസ് 9 മാർപ്പാപ്പ 1854 പ്രഖ്യാപിച്ച അമലോത്ഭവം എന്ന വിശ്വാസ സത്യം ഏറ്റുപറയുന്നത് ഇതാണ്: അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിൻ്റെ ആനുകൂല്യത്താലും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയം അവളുടെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവ പാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും പരിരക്ഷിക്കപ്പെട്ടു. ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ അതുല്യ വിശുദ്ധിയുടെ തേജസ്സിനാൽ പ്രശോഭിതയായ കന്യകാമറിയത്തിന് ആ വിശുദ്ധി മുഴുവൻ സിദ്ധിച്ചത് ക്രിസ്തുവിൽ നിന്നാണ്. സ്വപുത്രൻ്റെ യോഗ്യതകളെ മുൻനിർത്തി കൂടുതൽ ഉന്നതമായ രീതിയിൽ രക്ഷിക്കപ്പെട്ടവളാണ് അവൾ. സൃഷ്ടിക്കപ്പെട്ട മറ്റേതൊരു വ്യക്തിയെക്കാളും അധികമായി മറിയത്തെ ക്രിസ്തുവിൽ സ്വർഗീയമായ എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് പിതാവ് ആശീർവദിച്ചു. തൻ്റെ മുൻപിൽ സ്നേഹത്തിൽ പരിശുദ്ധിയും നിഷ്കളങ്കയുമായിരിക്കുവാൻ ലോക സംസ്ഥാപനത്തിനു മുൻപേ മറിയത്തെ ദൈവം ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. എഫെസോസ് 1:3-4. പുരുഷനെ അറിയാതെ പരിശുദ്ധാത്മ ശക്തിയാൽ താൻ അത്യുന്നതന്റെ പുത്രന് ജന്മം നൽകും.
എന്ന അറിയിപ്പ് ലഭിച്ചയുടൻ മറിയം വിശ്വാസത്തിന്റെ വിധേയത്വത്തോടെ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് ഉറപ്പോടെ പ്രതിവചിച്ചു. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ വാക്കിന് ഇങ്ങനെ പ്രത്യുത്തരം നൽകിക്കൊണ്ട് മറിയം യേശുവിന്റെ അമ്മയായി. രക്ഷയെ സംബന്ധിച്ച ദൈവേഷ്ടത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആശ്ലേഷിച്ചുകൊണ്ട് പാപത്തിന്റെ യാതൊരു വിഘ്നവും കൂടാതെ മറിയം തന്നെ മുഴുവനായി സ്വപുത്രനും അവിടുത്തെ രക്ഷാകര പ്രവർത്തനത്തിനും സമർപ്പിച്ചു. സ്വപുത്രനോടൊത്തും അവിടുന്നിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവകൃപയാൽ പരിത്രാണ കർമ്മത്തിന്റെ രഹസ്യത്തിന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെ ചെയ്തത്. തൻ്റെ പുത്രന്റെ അമ്മയായിരിക്കാൻ ദൈവം ഹവ്വായുടെ സന്താന പരമ്പരയിൽ നിന്ന് കന്യകാമറിയത്തെ തെരഞ്ഞെടുത്തു. ദൈവകൃപ നിറഞ്ഞവളായ അവൾ രക്ഷാകര കർമ്മത്തിന്റെ അത്യുത്തമ ഫലമാണ്. ഉത്ഭവത്തിന്റെ ആദ്യ നിമിഷം മുതൽ മറിയം ഉത്ഭവ പാപ മാലിന്യത്തിൽ നിന്ന് പരിപൂർണ വിമുക്തിയായി പരിരക്ഷിക്കപ്പെട്ടു. ജീവിതകാലം മുഴുവൻ വ്യക്തിപരമായ എല്ലാ പാപങ്ങളിൽ നിന്നും അവൾ വിമുക്തയായി. മറിയം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മാതാവാണ്. കാരണം മനുഷ്യനായി തീർന്ന ദൈവം തന്നെയായ നിത്യനായ ദൈവപുത്രന്റെ അമ്മയാണ് മറിയം പുത്രനെ ഗർഭം ധരിച്ചപ്പോഴും പ്രസവിച്ചപ്പോഴും സംവഹിച്ചപ്പോഴും പാലൂട്ടി വളർത്തിയപ്പോഴും നിത്യകന്യകയായി തുടരുന്നു. സെയിന്റ് അഗസ്റ്റിൻ 186. തൻ്റെ ഉണ്മ മുഴുവനോടും കൂടെ അവൾ കർത്താവിൻ്റെ ദാസിയാണ്. ലൂക്ക 1:38. സ്വതന്ത്രമായ വിശ്വാസത്തോടും വിധേയത്വത്തോടും കൂടെ കന്യകാമറിയം മാനവരക്ഷാകർമ്മത്തിൽ സഹകരിച്ചു. മനുഷ്യപ്രകൃതി മുഴുവൻ്റെയും നാമത്തിൽ അവൾ തൻ്റെ സമ്മതം നൽകി. തോമസ് അക്വിനാസ്. തൻ്റെ അനുസരണം മൂലം മറിയം ജീവിക്കുന്ന എല്ലാവരുടെയും അമ്മയായ നവീന ഹവ്വ ആയി. നാം അടുത്ത ലേഖനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രക്ഷ ക്രിസ്തുവിൽ ഹല്ലേലൂയ. പ്രൊഫസർ CC ആലിസൂട്ടി ആൻറ്റി രചിച്ച ലേഖനമാണ് അടുത്തത്. രക്ഷ ക്രിസ്തുവിൽ ഹല്ലേലൂയ. നിരന്തരം നമ്മിലേക്ക് ചൊരിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവസ്നേഹം അനുഭവിച്ച് പങ്കുവച്ച് ജീവിക്കുന്നതിൽ നിന്നും നമ്മെ തടയുന്ന പാപാവസ്ഥയിൽ നിന്നും സ്വയം മോചനം പ്രാപിക്കാനോ പരസ്പരം മോചിപ്പിക്കാനോ കഴിയാതെ ദൈവസഹായം തേടുന്ന മനുഷ്യന് ആ രക്ഷ 2000 കൊല്ലം മുമ്പ് തന്നെ കൈവന്നു കഴിഞ്ഞതാണെന്നുള്ള സദ്വാർത്തയാണ് ഇന്നത്തെ സുവിശേഷം. സമയം പൂർത്തിയായി, ദൈവരാജ്യം വന്നു കഴിഞ്ഞു എന്ന് ക്രിസ്തുനാഥൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. മനുഷ്യന്റെ അനുസരണക്കേട് മൂലം ദൈവവുമായുള്ള ബന്ധം തകർന്ന മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയോട് സഹകരിക്കാനുള്ള ദൈവത്തിൻ്റെ നിരന്തര ക്ഷണത്തിനുള്ള പ്രത്യുത്തരം കാലസമ്പൂർണത വന്നപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ലഭിച്ചു. ദൈവപുത്രന്റെ മനുഷ്യാവതാര, മരണ, ഉത്ഥാന, മഹത്വീകരണങ്ങളിലൂടെ ക്രിസ്തുനാഥൻ മനുഷ്യവംശത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു. പാപത്തിൻ്റെ വേദനമായ മരണം പാപമില്ലാത്തവൻ ഏറ്റെടുത്തതുവഴി പാപികളെല്ലാം മോചിതരായി. തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 10 20 തിരുവചനം. അവൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. 1 യോഹന്നാൻ 2:2. ഉദ്ധാനം ചെയ്ത അവിടുന്ന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിതാവുമായുള്ള ബന്ധത്തിലേക്കും ജീവന്റെ സമൃദ്ധിയിലേക്കുള്ള വഴിയും സത്യവും ജീവനും താനാണെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. മനുഷ്യവംശത്തിനും വ്യർത്ഥതയുടെ അടിമത്തത്തിൽ നെടുവീർപ്പിടുന്ന സൃഷ്ടപ്രപഞ്ചത്തിനുമുള്ള പാപമോചനത്തിൻ്റെയും രക്ഷയുടെയും ഈ സദ്വാർത്ത സകല മനുഷ്യരും അറിഞ്ഞ് സ്വീകരിക്കുമ്പോൾ ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രപഞ്ചം മുഴുവനും ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിക്കും. ഈ സദ്വാർത്ത 2000 കൊല്ലം കഴിഞ്ഞിട്ടും എല്ലാവരുടെയും പക്കലേക്ക് ഫലപ്രദമായി എത്തിച്ചേർന്നിട്ടില്ല എന്നതാണ് നമ്മുടെ സകല ദുരിതങ്ങൾക്കുമുള്ള കാരണം. ആരെനിക്കായി പോകും എന്നുള്ള ദൈവപിതാവിൻ്റെ വിലാപം ഈ സത്യത്തിലേക്ക് ഉണരാൻ നമ്മെ നിരന്തരം വിളിക്കുകയാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടിയ യേശു നമ്മുടെ രക്ഷകനാണ്. ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും കൈയാളുന്ന അവിടുന്ന് നമ്മുടെ കർത്താവാണ്. നമ്മുടെ മേൽ സാത്താന് ഇനി ഒരധികാരവുമില്ല. സ്വർഗാരോഹണം ചെയ്ത് മഹത്വീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയും നിരന്തരം നമുക്കായി മാധ്യസ്ഥ്യം വഹിക്കുകയും ചെയ്യുന്ന അവിടുന്ന് നമ്മുടെ ക്രിസ്തു മിശിഹ ആണ്. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും
അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപ്പകൽ ദൈവസമക്ഷം അവരെ പഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. വെളിപ്പാട് 12:10. അവർണ്ണനീയമായ അവിടുത്തെ ദാനത്തെ പ്രതി ദൈവത്തിന് സ്തുതി. ആമീൻ. ഹല്ലേലൂയ. ലേഖനം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ലേഖനം, ദൈവരാജ്യത്തെ ഞാൻ എന്തിനോട് ഉപമിക്കും എന്ന തലക്കെട്ടിൽ ടോമിച്ചൻ പുല്ലൻകാവുങ്കൽ രചിച്ച ലേഖനമാണ്. യേശുവിൻ്റെ പ്രഘോഷണത്തിൽ അവിടുന്ന് അനുഭവിച്ച ഏറ്റവും വലിയ വെല്ലുവിളിയും പ്രയാസവും ഇതുതന്നെയായിരുന്നു. ദൈവരാജ്യം എന്ന സങ്കീർണ വിഷയം കേൾവിക്കാർക്ക് മനസ്സിലാവും വിധം എങ്ങനെ അവതരിപ്പിക്കും? ഓരോരുത്തർക്കും അവരവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഉപമകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകൾ വിവരിക്കാനും മനസ്സിലാക്കി കൊടുക്കാനുമാണ് യേശു പരിശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഉപമകളിലൂടെ വിടരുന്ന ഒരു ദൈവരാജ്യത്തിൻ്റെ ചിത്രമാണ് സുവിശേഷങ്ങളിൽ നാം കാണുന്നത്. ദൈവരാജ്യത്തിൻ്റെ 12 സവിശേഷതകളെക്കുറിച്ച് മിസിയോ റെസിഡൻഷ്യൽ കോഴ്സിലും നാം പഠിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും യേശു പ്രഘോഷിച്ച ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ പര്യാപ്തമല്ല എന്നുള്ളതാണ് സത്യം. കാരണം അത് അത്രയും വിശാലമായ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള, കുരിശിൻ്റെ ഭോഷത്വത്തിലേക്ക് താഴ്ന്നിറങ്ങുന്നവർക്ക് മാത്രം ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. വചനമായി ദൈവത്തിൽ നിഗൂഢമായി നിലകൊണ്ടിരുന്ന ഒരു രഹസ്യമാണ് യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം വെളിപ്പെടുത്തിയ ദൈവരാജ്യം. അവൻ സുവിശേഷവും സുവിശേഷവാഹകനുമായിരുന്നു. അതുപോലെ തന്നെ അവൻ ബലിവസ്തുവും ബലിയർപ്പകനുമായി പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് തന്നെ മുൻപൊരിക്കലും ഒരു പ്രവാചകരിലും കാണാത്ത പ്രത്യേകതകളോടെ കടന്നു വന്ന യേശുവിലേക്ക് അനേകായിരങ്ങൾ ആകർഷിക്കപ്പെടുകയും ചെയ്തു. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം അവൻ പ്രിയ ശിഷ്യർക്ക് നൽകിയിരുന്നു. പക്ഷേ ആ രഹസ്യങ്ങൾ അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ ശിഷ്യർക്കും കഴിഞ്ഞില്ല. ദൈവരാജ്യം എന്നത് അതുവരെ ആരാലും പ്രസംഗിക്കപ്പെടാത്ത ഒരു സങ്കീർണ വിഷയമായിരുന്നു. ലളിതമായ ഭാഷയിൽ ഉപമകളിലൂടെ ആണ് അവിടുന്ന് പ്രഘോഷിച്ചതെങ്കിലും പരിശുദ്ധാത്മ സഹായം കൂടാതെ ശിഷ്യർക്ക് ഈ രഹസ്യങ്ങൾ ഗ്രഹിക്കുക അസാധ്യമാണെന്ന് ഈശോയും മനസ്സിലാക്കിയിരുന്നു. യേശുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ചില സവിശേഷതകൾ പഠിക്കാൻ നമുക്ക് കഴിയുമെന്നല്ലാതെ യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ ആഴ്ന്നിറങ്ങാത്ത ആർക്കും ദൈവരാജ്യ രഹസ്യങ്ങൾ സ്വായത്തമാക്കാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. ദൈവരാജ്യം എന്ന രഹസ്യത്തെ വെളിപ്പെടുത്താൻ ഉപമകൾ ഉപയോഗിച്ച യേശു തന്നെയായിരുന്നു ദൈവരാജ്യമെന്ന് ശിഷ്യർക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞത്. പരിശുദ്ധാത്മ ആഗമനത്തിന് ശേഷം മാത്രമാണ് രാജ്യസ്ഥാപനത്തിനു വേണ്ടി ധൃതി കൂട്ടിയ ശിഷ്യരെ കണ്ടപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 1:6 ദൈവിക സമയത്തിൻ്റെ താളമറിയില്ലെന്ന് പറഞ്ഞ് ശിഷ്യരെ സമാധാനിപ്പിച്ചിട്ടാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്നും ലോക അതിർത്തികൾ വരെ സുവിശേഷത്തിന് സാക്ഷികളാകാൻ അവർ ശക്തരാകുമെന്നും അരുളി ചെയ്തുകൊണ്ട് യേശു അവരെ ആശ്വസിപ്പിച്ചത്. ദൈവരാജ്യം എന്നത് അതിർവരമ്പുകളില്ലാത്ത, ബന്ധനങ്ങളില്ലാത്ത, സ്വാധീനങ്ങൾ നിഴലിക്കാത്ത, തുല്യതാബോധമുള്ള, എല്ലാവരുടെയും ആവശ്യങ്ങൾ തുല്യമായി പരിഗണിക്കപ്പെടുന്ന ഒരു സമൃദ്ധിയുടെ രാജ്യമാണ്. അതായിരുന്നു മനുഷ്യൻ സാത്താന്യ പ്രലോഭനത്താൽ തകർത്ത് കളഞ്ഞ ദൈവത്തിൻ്റെ പ്രാഥമിക പദ്ധതിയും. അത് ക്രിസ്തുവിലുള്ള ദൈവാനുഭവത്തിൻ്റെ രാജ്യമാണ്. ദൈവരാജ്യം എന്നത് ഒരു തത്വസംഹിതയോ ഒരു പ്രത്യയശാസ്ത്രമോ അല്ല. അത് യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ നിഴലിച്ച സ്വഭാവ സവിശേഷതകളും മനുഷ്യകുലത്തിൽപ്പെട്ട സർവരും ആത്യന്തികമായി അനുവർത്തിക്കേണ്ടതുമായ ജീവിത ശൈലിയാണ്. നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെ മാത്രം രക്ഷയെന്ന് കരുതിയ ജനത്തിൻ്റെ മുമ്പിൽ ഔദാര്യത്തിൻ്റെ സൗജന്യമായ രക്ഷയുടെ പാത്രം തുറക്കപ്പെട്ടപ്പോൾ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാനേ അന്ന് അവർക്ക് കഴിഞ്ഞുള്ളൂ. ദൂരെ എവിടെയോ ഇരുന്ന് നിയമം അനുഷ്ഠിക്കാത്ത മനുഷ്യകുലത്തെ ശിക്ഷിക്കുന്ന ഒരു ആകാശ പോലീസ് എന്ന ദൈവിക സങ്കല്പം മാറ്റിയെടുക്കാൻ ദൈവത്തെ സ്നേഹമൂർത്തിയായ പിതാവായി ഈശോ അവതരിപ്പിച്ചു. പിതാവുമായുള്ള തൻ്റെ ഗാഠബന്ധവും പിതൃപുത്ര ബന്ധത്തിൻ്റെ ആഴവും തിരിച്ചറിയാൻ കഴിയുന്ന ഹൃദ്യമായ ഉപമയും പങ്കുവച്ചു. മനുഷ്യകുലം മുഴുവനും ഒരപ്പത്തിൻ്റെ അവകാശികളും ഒരപ്പൻ്റെ മക്കളുമാണെന്ന ബോധ്യം അവിടുന്ന് പകർന്നു നൽകി. പണവും സ്വാധീനവും അധികാരവും ധാർഷ്ട്യത്തോടെ കൊടികുത്തി വാണിരുന്ന ജനമധ്യത്തിൽ വ്യക്തിമഹത്വം വെളിപ്പെടുത്തുന്ന
പ്രവൃത്തികൾ വഴി അവൻ തികച്ചും വ്യത്യസ്തനായി. ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ജീവിത ശൈലി കൊണ്ട് അവൻ മറ്റുള്ളവർക്ക് വെല്ലുവിളി ഉയർത്തി. അറിവ് മാത്രം പോരെന്നും അറിവിനൊപ്പം അനുഭവവും അനിവാര്യമാണെന്നും നിയമജ്ഞ പ്രമുഖനോട് പറയുക വഴി അവൻ വീണ്ടും ജനനമെന്ന ദൈവരാജ്യ പ്രവേശനത്തിൻ്റെ മർമ്മമായ മാനുഷിക പ്രത്യുത്തരത്തിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തി. സ്നേഹമില്ലാത്ത പ്രവൃത്തികളൊന്നും ദൈവികമല്ലെന്നും സ്നേഹമാണ് ദൈവരാജ്യത്തിൻ്റെ അടയാളമെന്നും ഈശോ സമർത്ഥിച്ചു. ആർക്കു വേണമെങ്കിലും പിൻവലിക്കാവുന്നതും തകർക്കാവുന്നതുമായ വ്യവസ്ഥകൾ നിറച്ച കരാറുകളും ഉടമ്പടികളും നിലനിന്നിരുന്ന കാലത്ത് ആർക്കും തകർക്കാൻ കഴിയാത്ത പുതിയ ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് ഈശോ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ വിരചിച്ചു. ദൈവരാജ്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയ നിയമജ്ഞനോട് നീ ദൈവരാജ്യത്തു നിന്നും അകലെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ചില തടസ്സങ്ങളും നിരത്തിവെച്ചു. നമ്മൾ പുണ്യമെന്ന് കരുതുന്നതൊക്കെ ചെയ്തു കൂട്ടുന്നത് കൊണ്ട് ദൈവരാജ്യ പ്രവേശനം സാധ്യമാകുമെന്ന് കരുതുന്നത് തെറ്റാണെന്ന് ഈശോ തെളിയിച്ചു. ദൈവരാജ്യം യേശുക്രിസ്തുവുമായുള്ള ആഴമായ ഒരു രഹസ്യാത്മക ബന്ധത്തിലൂടെ വളരുന്നതും നാം അറിയാതെ നമ്മിൽ നിന്നും മറ്റുള്ളവരിലേക്ക് അനുസ്യൂതം നിർഗളിക്കുന്നതുമായ നിരന്തര വിസ്മയങ്ങളുടെ ജീവിതമാണെന്ന സത്യമാണ് നാം തിരിച്ചറിയേണ്ടത്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെ ആയിരുന്നു. അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 16:16 അവനവനോട് ബലം പ്രയോഗിച്ച് യുദ്ധം ചെയ്തുകൊണ്ട് നമ്മുടെ അഹത്തെ കീഴടക്കി ദൈവരാജ്യത്തിൻ്റെ വിസ്മയങ്ങൾ ആസ്വദിച്ച് ജീവിക്കാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. ആ ക്ഷണം സ്വീകരിച്ച് ദൈവരാജ്യ സംസ്ഥാപനത്തിനായി നമുക്ക് കരങ്ങൾ കോർക്കാം. നമ്മോട് തന്നെ യുദ്ധം ചെയ്ത് ക്രോണോസിൻ്റെ ബന്ധനങ്ങളെ തോൽപ്പിച്ച് കെയ്റോസിൻ്റെ വിസ്മയങ്ങൾ പുൽകാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. തുടർന്ന് വായിക്കുന്നത് സാലി വർഗീസ് രചിച്ച മറിയം ദൈവമാതാവ് നമുക്ക് ഉത്തമ മാതൃക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ അതുല്യമായ സ്ഥാനം നേടിയ വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയം. പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവാത്മാവിനെ സ്വീകരിക്കുന്ന ആദ്യ വ്യക്തിയായി മറിയം തിളങ്ങുന്നു. ദൈവവചനത്തോടുള്ള പൂർണ്ണ അനുസരണവും വിശ്വാസവും മൂലം ദൈവാത്മാവിൻ്റെ സാന്നിധ്യത്തിലൂടെ അവൾ ദൈവപുത്രനെ ഗർഭം ധരിക്കാൻ അർഹയായി. അതുകൊണ്ട് തന്നെ മറിയം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകയാകുന്നു. മാതാവിന് ഗബ്രിയേൽ ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾക്ക് ലഭിച്ച അഭിവാദനം വളരെ അത്ഭുതാവഹമായിരുന്നു. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:28 ദൈവത്തിൻ്റെ ആത്മാവാണ് ആ കൃപയുടെ ഉറവിടം. അങ്ങനെയെങ്കിൽ മറിയം ദൈവാത്മാവിന് പുണ്യവാസ സ്ഥലമായി മാറിയ സ്ത്രീരക്തമാണ്. പാപത്തിൻ്റെ നിഴൽ വീശാത്ത ജീവിതത്തിലൂടെ മറിയം ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞു. ദൂതൻ്റെ വാക്കുകളിൽ അടങ്ങിയ മനുഷ്യബുദ്ധിക്ക് അതീതമായ ദൈവരഹസ്യം മറിയം വിശ്വാസത്തോടെ സ്വീകരിച്ചു. അതാണ് ലൂക്കായുടെ സുവിശേഷം 1:38 നാം വായിക്കുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. സ്വന്തം ആഗ്രഹത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ എന്ന എളിമയോടെയുള്ള സമർപ്പണമാണ് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് മറിയത്തെ ഉയർത്തിയത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:39 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവമാണ് ഇവിടെ വെളിപ്പെടുന്നത്. മറിയം ഇതിന് പ്രാപ്തയാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ്. പെന്തക്കോസ്താ ദിനത്തിൽ അപ്പസ്തോലന്മാരോടൊപ്പം മറിയം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഇറങ്ങി വന്നു. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരുടെ മാതൃകയാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ മറിയം സഭയുടെ മാതാവായി. അസമത്വവും അസമാധാനവും അസ്വസ്ഥതയും നിറഞ്ഞ ഇന്നത്തെ ലോകത്തിന് ശാന്തമായ ഒരു സന്ദേശമാണ് മറിയം നൽകുന്നത്. ദൈവവചനം കേൾക്കാനും ഹൃദയത്തിൽ സൂക്ഷിക്കാനും അതനുസരിച്ച് ജീവിക്കാനും മറിയം നമ്മെ വെല്ലുവിളിക്കുന്നു. മറിയത്തിൻ്റെ വിനയം നമ്മുടെ അഹങ്കാരത്തെയും അവളുടെ വിശുദ്ധി നമ്മുടെ ഭിന്നതകളെയും അവളുടെ വിശ്വാസം നമ്മുടെ അനിശ്ചിതത്വങ്ങളെയും നിർവീര്യമാക്കുന്നു. മറിയം നമ്മെ യേശുവിലേക്ക് നയിക്കുന്നു. അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യോഹന്നാന്റെ സുവിശേഷം 2:5 കാനായിലെ കല്യാണ പന്തലിൽ കേട്ട ഈ വാക്കുകൾ മനുഷ്യരാശിക്കുള്ള മറിയത്തിൻ്റെ ശാശ്വതമായ സന്ദേശമാണ്. വചനത്തിൻ്റെ അമ്മയായ മറിയം ദൈവസൃഷ്ടിയിലെ ഏറ്റവും മനോഹരമായ ഒരു പുഷ്പമാണ്. വിനയത്താൽ, വിശുദ്ധിയാൽ, വിശ്വാസത്താൽ നിറഞ്ഞ ദൈവകൃപയുടെ പുഷ്പം. അവൾ നമ്മുടെ മാതാവും മാതൃകയുമാണ്. മറിയത്തിൻ്റെ വിശ്വാസം, എളിമ, സഹനശീലം
കരുണ, ദൈവസ്നേഹം എന്നിവയിലൂടെ അവൾ നമ്മെ ക്രിസ്തുവിനോട് ചേർത്ത് നിർത്തുന്നു. വാക്കുകൾ കൊണ്ടല്ല, ജീവിതം കൊണ്ട് മറിയത്തെ അനുകരിച്ച് ദൈവത്താൽ നയിക്കപ്പെട്ട് അവൾ കാണിച്ചു തന്ന വഴിയെ നടന്നാൽ ഉറപ്പായും ദൈവപുത്രനായ യേശുവിലേക്ക് മറിയം നമ്മെ നയിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരുടെ വ്യക്തിജീവിതം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമ മാതൃകയായി മറിയം നമുക്ക് മുൻപിൽ നിലകൊള്ളുന്നു. മറിയത്തോടൊപ്പം നമുക്കും ഈശോയിലേക്ക് വളരാം. അടുത്ത ലേഖനം മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് എന്ന ടോജി മാത്യുവിൻ്റെ ലേഖനമാണ്. ലിയോ 14 മാർപ്പാപ്പയുടെ ആദ്യത്തെ ചാക്രിക ലേഖനമാണ് 2026 മെയ് 26 പ്രസിദ്ധീകരിച്ച മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ്. അതിമഹത്തായ മാനവികത. കൃത്രിമ ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യനെയും മാനവികതയെയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു വിവേചന ബുദ്ധി മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റാസ് നൽകുന്നു. സാങ്കേതിക വികസനത്തെ സമകാലിക മാറ്റത്തിൻ്റെ നിർണായക വശങ്ങളിലൊന്നായി വ്യാഖ്യാനിക്കുന്നു. എല്ലാ പരിചിന്തനങ്ങളുടെയും കേന്ദ്രസ്ഥാനത്ത് മനുഷ്യന്റെ അന്തസ്സിനെ ഈ ചാക്രിക ലേഖനം പ്രതിഷ്ഠിക്കുന്നു. സാങ്കേതിക പുരോഗതിയെയും അത്തരം വികസനത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, ധാർമ്മിക അനന്തരഫലങ്ങളുടെ വിലയിരുത്തലിനെയും നയിക്കേണ്ട അടിസ്ഥാന മാനദണ്ഡമായി അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ അനുഭവം, ആവിഷ്കാരം, ബുദ്ധി എന്നിവ ദൈവിക സൃഷ്ടികളാണെന്നും സാങ്കേതിക പുരോഗതിക്കനുസരിച്ച് കൂടുതൽ കാര്യക്ഷമതയ്ക്ക് വേണ്ടി ചെയ്യുന്ന കൃത്രിമ ബുദ്ധി സംവിധാനങ്ങളുമായി താരതമ്യപ്പെടുത്താനാവില്ലെന്നും ഇത് ഉറപ്പിച്ചു പറയുന്നു. കൃത്രിമ ബുദ്ധി, നിർമ്മിത ബുദ്ധി, AI, റോബോട്ടിക്സ്, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ എന്നിവ ലോകത്തെ അതിവേഗം മാറ്റിമറിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് ലിയോ 14 മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സാങ്കേതിക വിദ്യയ്ക്ക് നിരവധി നല്ല വശങ്ങളുണ്ട്. രോഗചികിത്സ മെച്ചപ്പെടുത്താം, വിദ്യാഭ്യാസത്തെ സഹായിക്കാം, ആശയവിനിമയം എളുപ്പമാക്കാം, ജീവിതം കൂടുതൽ സൗകര്യപ്രദമാക്കാം. എന്നാൽ പ്രധാന ചോദ്യം ഇതാണ്: സാങ്കേതിക വിദ്യ മനുഷ്യനെ സേവിക്കുമോ അതോ മനുഷ്യൻ സാങ്കേതിക വിദ്യയുടെ അടിമയാകുമോ? മാർപ്പാപ്പ 2 ബൈബിൾ സംഭവങ്ങളിലൂടെ ഇത് വ്യക്തമാക്കുന്നു. ഒന്നാമത്തേത് ബാബേൽ ഗോപുരം. ദൈവത്തെ മാറ്റി നിർത്തിയ അധികാരവും പ്രശസ്തിയും തേടിയ മനുഷ്യരുടെ കഥ. അതിൻ്റെ ഫലം വിഭജനവും ആശയക്കുഴപ്പവുമായിരുന്നു. രണ്ടാമത്തത് ജെറുസലേം മതിലിൻ്റെ പുനർനിർമ്മാണം. ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് നഗരം പുനർനിർമ്മിച്ച കഥ. ഇന്നത്തെ ലോകവും ഈ 2 വഴികളിൽ ഒന്നിനെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഒന്ന് അധികാരവും ലാഭവും മാത്രവും ലക്ഷ്യമാക്കുന്ന വഴി. രണ്ടാമത്തേത് ദൈവത്തെയും മനുഷ്യ മഹത്വത്തെയും ഉയർത്തിക്കാട്ടുന്ന വഴി. ഓരോ മനുഷ്യനും അമൂല്യനാണ്. ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് എല്ലാവർക്കും തുല്യമായ മഹത്വമുണ്ട്. ഒരു വ്യക്തിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത് പണമോ വിദ്യാഭ്യാസമോ കഴിവുകളോ ജോലിയോ സാമൂഹിക സ്ഥാനമോ അല്ല. ഇന്നത്തെ സമൂഹത്തിൽ പലപ്പോഴും ആളുകളെ അവരുടെ നേട്ടങ്ങളും ഉൽപാദനക്ഷമതയും അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തുന്നത്. മാർപ്പാപ്പ മുന്നറിയിപ്പ് നൽകുന്നു: മനുഷ്യനൊരു യന്ത്രമല്ല, മനുഷ്യനൊരു ഉൽപ്പന്നമല്ല, മനുഷ്യൻ വെറും ഡാറ്റയല്ല. ഓരോ വ്യക്തിയെയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കാണണം. അതുകൊണ്ടാണ് മനുഷ്യ അവകാശങ്ങളെയും ജീവൻ്റെ സംരക്ഷണത്തെയും ദരിദ്രരുടെ അവകാശങ്ങളെയും തൊഴിലാളികളുടെ നീതിയെയും എല്ലാവരുടെയും തുല്യ മഹത്വത്തെയും സഭ പിന്തുണയ്ക്കുന്നത്. ഒരു സമൂഹത്തിൻ്റെ മഹത്വം അതിലെ ശക്തരിൽ അല്ല, മറിച്ച് അതിലെ ഏറ്റവും ദുർബലരായവരെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിലാണ്. കൃത്രിമ ബുദ്ധി അഥവാ നിർമ്മിത ബുദ്ധിയുടെ ഗുണങ്ങളും അപകടങ്ങളും. സഭ നിർമ്മിത ബുദ്ധിയെ എതിർക്കുന്നില്ല, മറിച്ച് അതിൻ്റെ ഗുണങ്ങൾ അംഗീകരിക്കുന്നു. AI താഴെ പറയുന്ന കാര്യങ്ങളിൽ നമ്മെ സഹായിക്കുന്നു: രോഗനിർണയത്തിൽ, ഗവേഷണത്തിൽ, പഠനത്തിൽ, ആശയവിനിമയത്തിൽ, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ. എന്നാൽ ചില വലിയ അപകട സാധ്യതകളും ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്ന്, വ്യാജ വാർത്തകളും തെറ്റായ വിവരങ്ങളും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വ്യാജ ചിത്രങ്ങളും വീഡിയോകളും വാർത്തകളും നിർമ്മിക്കാൻ കഴിയും. ഈ സത്യം തിരിച്ചറിയുക എന്നത് കൂടുതൽ പ്രയാസകരമാകുന്നു. 2, തൊഴിലില്ലായ്മ. പല ജോലികളും യന്ത്രങ്ങൾ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തൊഴിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കുന്നു. തൊഴിലാളികളെ തൊഴിലിടങ്ങളിലെ ബാധ്യതയായി മാത്രം കാണരുതെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. 3, സ്വകാര്യതയുടെ നഷ്ടം. വലിയ കമ്പനികൾ ജനങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ശേഖരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയായേക്കാം. 4, സാങ്കേതിക വിദ്യയോടുള്ള അടിമത്തം. മൊബൈൽ ഫോണുകൾ, സോഷ്യൽ മീഡിയ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയോടുള്ള അമിത ആശ്രയം മനുഷ്യബന്ധങ്ങളെ ദുർബലപ്പെടുത്തുന്നു. നിർമ്മിത ബുദ്ധിക്ക് ഒരിക്കലും പകരം വയ്ക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്: സ്നേഹം, കരുണ, മനസാക്ഷി, വിശ്വാസം, ക്ഷമ.
ആത്മീയത, ദൈവകൃപ. ഇനി നാം എന്തു ചെയ്യണം? മികച്ച ഭാവി കരുപ്പിടിപ്പിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ടെന്ന് മാർപ്പാപ്പ പറയുന്നു. സർക്കാരുകൾ ജനങ്ങളെ സംരക്ഷിക്കുന്ന നീതിയുക്തമായ നിയമങ്ങൾ ഉണ്ടാക്കണം. സാങ്കേതിക കമ്പനികൾ ലാഭം മാത്രമല്ല മനുഷ്യ മഹത്വവും പരിഗണിക്കണം. സ്കൂളുകളും കോളേജുകളും സാങ്കേതികവിദ്യയുടെ ഉത്തരവാദിത്വപരമായ ഉപയോഗം പഠിപ്പിക്കണം. കുടുംബങ്ങൾ മൂല്യങ്ങളും വിശ്വാസവും വളർത്തണം. സഭ മനുഷ്യ മഹത്വത്തിൻ്റെയും സാമൂഹ്യ നീതിയുടെയും ശബ്ദമായി തുടരേണ്ടതാണ്. ഓരോ വ്യക്തിയും സാങ്കേതിക വിദ്യ ഉപയോഗിക്കണം, പക്ഷേ അതിൻ്റെ അടിമയാകരുത്. കൃത്രിമ ബുദ്ധി അഥവാ നിർമ്മിത ബുദ്ധി AI ഉപയോഗിച്ച് യുദ്ധായുധങ്ങൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് മാർപ്പാപ്പ പ്രത്യേകം ആശങ്കപ്പെടുന്നു. മനുഷ്യജീവനെ നശിപ്പിക്കാൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കരുത്. സാങ്കേതിക വിദ്യ മനുഷ്യൻ്റെ നല്ല സേവകനാകാം, പക്ഷെ ഒരിക്കലും മനുഷ്യൻ്റെ യജമാനനാകരുത്. ദൈവം മനുഷ്യന് നൽകിയ മഹത്വവും സ്വാതന്ത്ര്യവും സ്നേഹിക്കാനുള്ള കഴിവും ഒരു യന്ത്രത്തിനും പകരം വയ്ക്കാനാവില്ല. അതുകൊണ്ട് എല്ലാ സാങ്കേതിക പുരോഗതിയും മനുഷ്യനെ കൂടുതൽ മനുഷ്യത്വമുള്ളവനാക്കുകയും ദൈവത്തോടും സഹോദരങ്ങളോടും കൂടുതൽ അടുപ്പിക്കുകയും ചെയ്യണം. മാർപ്പാപ്പ പറയുന്നു, നിർമ്മിത ബുദ്ധിയും സാങ്കേതിക വിദ്യയും മനുഷ്യൻ്റെ നന്മയ്ക്കായി ഉപയോഗിക്കുക, പക്ഷേ മനുഷ്യമഹത്വത്തിനും മനുഷ്യബന്ധങ്ങൾക്കും ദൈവത്തിനും പകരം വയ്ക്കാൻ അവയെ ഒരിക്കലും അനുവദിക്കരുത്. സാങ്കേതിക വിദ്യ എത്ര ഉയർന്നാലും മനുഷ്യഹൃദയത്തിൻ്റെ മഹത്വത്തെയും ദൈവത്തിൻ്റെ സ്നേഹത്തെയും നാം മറക്കരുത്. മനുഷ്യനെ സേവിക്കുന്ന സാങ്കേതിക വിദ്യയാണ് യഥാർത്ഥ പുരോഗതി. സാങ്കേതിക വിദ്യയെ സേവിക്കുന്ന മനുഷ്യൻ അല്ല. കാലിക പ്രസക്തിയുള്ള ലേഖനം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തത് തിരുഹൃദയത്തെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളാണ്. തിരുഹൃദയത്തിന് മുമ്പിൽ PM വിസിറ്റേഷൻ സന്യാസിനി സഭാംഗമായിരുന്ന വിശുദ്ധ മാർഗ്രറ്റ് മേരി അലക്കോക്കിന് ലഭിച്ച ഈശോയുടെ വെളിപ്പെടുത്തലാണ് കത്തോലിക്ക സഭയിൽ തിരുഹൃദയത്തോടുള്ള ഭക്തി വർദ്ധിക്കുന്നതിന് കാരണമായത്. ഈശോ നമ്മിലേക്ക് ചൊരിയുന്ന ദിവ്യ സ്നേഹത്തിൻ്റെ പ്രതീകമായി തിരുഹൃദയത്തെ കാണിച്ചു കൊടുത്തുകൊണ്ട് കൂടെ കൂടെ ദിവ്യകാരുണ്യം സ്വീകരിക്കാനും വ്യാഴാഴ്ചകളിൽ ദിവ്യകാരുണ്യ ആരാധന നടത്താനും മാസാദ്യ വെള്ളി ആചരിക്കാനും തിരുഹൃദയത്തിൻ്റെ സ്തുതിക്കായി പ്രത്യേക തിരുനാൾ ആഘോഷിക്കാനും വിശുദ്ധ മാർഗ്രറ്റ് മേരിയോട് ഈശോ ആവശ്യപ്പെട്ടു. 1856 പിയൂസ് 9 മാർപ്പാപ്പ സാർവത്രിക സഭയിൽ തിരുഹൃദയ തിരുനാൾ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ദിവ്യകാരുണ്യ തിരുനാളിനെ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞു വരുന്ന വ്യാഴാഴ്ച തുടർന്നു വരുന്ന വെള്ളിയാഴ്ചയാണ് സഭ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുന്നത്. ഈ ദിവസം സാധാരണയായി ജൂൺ മാസത്തിൽ വരുന്നതുകൊണ്ട് ജൂൺ മാസം മുഴുവൻ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്ന പതിവ് 19-ാം നൂറ്റാണ്ടിൽ സഭയിൽ വളർന്നു വന്നു. 1899 ലിയോ 13 മാർപ്പാപ്പ ലോകത്തെ മുഴുവനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിച്ചു. ആനം സാക്രം ചാക്രിക ലേഖനം. പിയൂസ് 12 മാർപ്പാപ്പ തിരുഹൃദയ ഭക്തിയുടെ ദൈവശാസ്ത്രപരമായ അടിത്തറ വിശദമാക്കിക്കൊണ്ട് ഹെറിറ്റസ് അക്വാസ് 1956 ചാക്രിക ലേഖനം പ്രസിദ്ധീകരിച്ചു. ദൈവത്തിൻ്റെ കരുണ നിറഞ്ഞ സ്നേഹത്തിൻ്റെ അടയാളമാണ് തിരുഹൃദയമെന്ന് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ എപ്പോഴും ഊന്നി പറഞ്ഞിരുന്നു. മിസിയോ വാബ്സിൽ തുടർന്നു വരുന്നത് മിസിയോ വാർത്തകളാണ്. മിസിയോ പ്രിലിംസ് ഓൺലൈൻ കോഴ്സ് 10 ആഴ്ച നീളുന്ന മിസിയോ പ്രിലിംസ് ഓൺലൈൻ കോഴ്സിൻ്റെ 21ാമത്തെ ബാച്ച് 2026 ഓഗസ്റ്റ് 1 ആരംഭിക്കുന്നു. 500 പേർക്ക് പങ്കെടുക്കാവുന്ന ഓൺലൈൻ സൗകര്യങ്ങളാണ് ഉള്ളത്. സുവിശേഷ സാക്ഷ്യം നൽകി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ മാമോദീസ സ്വീകരിച്ച എല്ലാവരെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്നതാണ് ഈ ഓൺലൈൻ കോഴ്സ്. എല്ലാ ശനിയാഴ്ചകളിലും വൈകിട്ട് 7:30 ജപമാലയോടുകൂടി സെഷൻ ആരംഭിക്കുന്നു. മിസിയോ ഭവനിൽ വെച്ച് 6 ദിവസം നീണ്ടു നിൽക്കുന്ന മിസിയോ റെസിഡൻഷ്യൽ കോഴ്സ് നടത്തപ്പെടുന്നുണ്ട്. അടുത്ത കോഴ്സ് ജൂലൈ 13 മുതൽ 18 വരെയാണ് നടത്തപ്പെടുന്നത്. സുവിശേഷമേകുവാൻ പരിശീലിപ്പിക്കുന്ന ഒരു കോഴ്സാണിത്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ബുക്കിങ്ങിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 701-257-4557. മറ്റൊരു നമ്പർ കൂടി നൽകിയിരിക്കുന്നു, 90 61 95 42 30. മിസിയോ ഔട്ട്റീച്ച് കോഴ്സുകൾ ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 1 വരെയുള്ള തീയതികളിലായി പാല ലാലം പള്ളിയിൽ വെച്ച് രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ മിസിയോ കോഴ്സ് നടത്തപ്പെടുന്നു. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെയുള്ള ഏതെങ്കിലും നമ്പറിൽ ബന്ധപ്പെടുക. 9495537996. മറ്റൊരു നമ്പർ 9446320044.
നിങ്ങളുടെ ഇടവകകളിലോ ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിലോ 6 ദിവസം നീണ്ടു നിൽക്കുന്ന മിസിയോ കോഴ്സ് നടത്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മിസിയോ ടീം അവിടെ വന്ന് കോഴ്സ് നടത്തി തരുന്നതാണ്. ഫോൺ നമ്പർ 9061954230. വൺ മോർ നമ്പർ 7012574557. മിസിയോ വൈബ്സിനെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങളും ക്രിയാത്മക നിർദ്ദേശങ്ങളും വിമർശനങ്ങളും സന്തോഷവും പങ്കുവയ്ക്കാൻ ഒരവസരം വായനക്കാർക്ക് നൽകുകയാണ്. നിങ്ങളെ കേൾക്കാൻ മിസിയോ ടീം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾ താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് അയയ്ക്കുക. അടുത്തു വരുന്ന ലക്കങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും പ്രതികരണങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതുമാണ്. misiovibes@gmail.com. മിസിയോ ഭവന പണിയുമായി ബന്ധപ്പെട്ട കടബാധ്യതകൾ നിലനിൽക്കുമ്പോഴും കഴിഞ്ഞ 5 വർഷം കൊണ്ട് 63 ലക്ഷത്തിലേറെ രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ മിസിയോ കുടുംബത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന വിവരം മിസിയോ വൈബ്സിലൂടെ അറിയിക്കുന്നുണ്ട്. മിസിയോയിലൂടെ ദൈവം നടത്തുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാകാൻ താല്പര്യപ്പെടുന്നവർ ദയവായി തങ്ങളുടെ ദശാംശം താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് അയച്ചു നൽകണമെന്ന് അപേക്ഷിക്കുന്നു. 9061954230. വൺ മോർ നമ്പർ 7012574557. അക്കൗണ്ട് നമ്പർ 1012010042627 IFSC കോഡ് FDRL 000112 ഫെഡറൽ ബാങ്ക് കളമശ്ശേരി ബ്രാഞ്ച്. മിസിയോ ടീമിൻ്റെ മുഖപത്രമായ മിസിയോ വൈബ്സിൻ്റെ ഈ ലക്കത്തിൻ്റെ വായന ഇവിടെ പൂർണ്ണമാവുകയാണ്. മിസിയോ വൈബ്സിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർ പാട്രൺ ബിഷപ്പ് ജോയ് ആലപ്പാട്, ആനിമേറ്റർ ഫാദർ അഗസ്റ്റിൻ മുണ്ടിയത്ത് CMF, പബ്ലിഷർ ഡോക്ടർ AJ അഗസ്റ്റിൻ, ചീഫ് എഡിറ്റർ പ്രൊഫസർ CC ആലിസുകുട്ടി, അസോസിയേറ്റ് എഡിറ്റർ പൗലോസ് MI, എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങൾ ഡോക്ടർ കാർമെലി ജോൺ, സുമ സഞ്ജയ്, പ്രൊഫസർ ലിസമ്മ കോശി, നാൻസി ബോബൻ ആൻഡ് ടോമിച്ചൻ പുല്ലൻകാവുങ്കൽ. ഏവർക്കും നന്ദി.